ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത പുരാണം പ്രഥമ സ്കന്ധം 4-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, കലിയുഗത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ കാമാദിവൃത്തികളുടെ അന്ധകാരം ബാധിച്ച് മനുഷ്യരെ സംസാര ദുഃഖത്തിൽ ഉഴലുന്നു. അവർക്ക് ഭഗവത് സ്വരൂപത്തെ കാട്ടിക്കൊടുക്കാനായിട്ട് ഉദിച്ചുയർന്ന സൂര്യന് തുല്യനാണ് ശ്രീമദ് ഭാഗവത പുരാണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ പ്രായോപദേശം ചെയ്തിരുന്ന പരീക്ഷിത് മഹാരാജാവിന് കീർത്തനീയനും അതിതേജസ്വിയുമായി സുഖബ്രഹ്മർഷി ഭാഗവതം ഉപദേശിച്ചു. ആ ബ്രഹ്മർഷിയുടെ അനുഗ്രഹം കൊണ്ട് അവിടെ ഇരുന്നിരുന്ന ഞാനും, അതായത് ആ സൂതനാണല്ലോ കഥ പറയണത്, സൂതൻ പറയണതാണ്, ഞാനും ശ്രീ ഭാഗവതം പഠിച്ചു. ഞാൻ പഠിച്ചതിനെ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് നിങ്ങളോട് പറയാം, കേട്ടുകൊള്ളുവിൻ. അതായത് ഓരോരുത്തരും പറയണതിനനുസരിച്ച് അവരുടെ ബുദ്ധിക്കും കഴിവിനനുസരിച്ചിട്ടായിരിക്കും. അപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം പറയുന്ന ആൾക്കാരുടെ കുറ്റം കൊണ്ടാണ്. ഭാഗവതം പറഞ്ഞാൽ അത് ശരിക്കും ഉദിച്ചുയർന്ന് നിൽക്കുന്ന ഒരു പുരാണ സൂര്യനാണ് എന്ന് താല്പര്യം. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. 4-ാമത്തെ അധ്യായം. അത് ചതുർത്ഥോധ്യായ. ശ്രീ നാരദമുനി വ്യാസാശ്രമത്തിൽ. വ്യാസൗവാച ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധകുലപതിസൂതം ബഹുജ ശൗനകോ ബ്രവീദ്. വ്യാസൻ പറഞ്ഞു, ഇപ്രകാരം സന്തോഷപൂർവം ഭാഗവത കഥ പറയാമെന്ന് സമ്മതിച്ച സൂതനെ ബഹുമാനിച്ച് നന്നായി സ്തുതിച്ചിട്ട് ദീർഘസത്രം നടത്തിക്കൊണ്ടിരുന്ന മുനികളുടെ മധ്യത്തിൽ വൃദ്ധനും കുലപതിയും ഋഗ്വേദം നന്നായി അറിയുന്നവനുമായ ശൗനകൻ പറയുന്നു. 10,000 ശിഷ്യന്മാരുള്ള ഗുരുവിനെയാണ് കുലപതി എന്ന് പറയുന്നത്. ശൗനകോവാച സൂത മഹാഭാഗ വദനോ വദധംവര കഥാം ഭാഗവതിം പുണ്യം യഥാഹ ഭഗവാൻ സുഗഃ. ശൗനകൻ പറഞ്ഞു, ഹേ സൂത മഹാഭാഗ, വാഗ്മികളിൽ വെച്ച് ശ്രേഷ്ഠ ഭഗവാൻ ശുഗൻ പറഞ്ഞതും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും ഭഗവാന്റെ കഥയെ വിസ്തരിക്കുന്നതുമായ ഭാഗവതത്തെ ഞങ്ങളോട് പറയണമേ. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാകേന ഹേതുന കുതഃ സംജോതിത കൃഷ്ണ കൃതവാൻ സംഹിത മുനിഹേ. ഏതു യുഗത്തിൽ ഏതു സ്ഥാനത്ത് വെച്ച് ഈ ഭാഗവത സംഹിത ഉണ്ടായി? വ്യാസമഹർഷി ആരാൾ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് ഈ സംഹിത ഉണ്ടാക്കിയത്? ഇതുണ്ടാകാൻ എന്താണ് കാരണം? തസ്യപുത്രോ മഹായോഗി സമദൃഗ്നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയതേ. മഹായോഗിയും സമദൃഷ്ടിയോടുകൂടിയവനും ഏകാന്ത മനസ്കനും നിർവിഘ്നനും ജാഗരൂകനുമായ സുഖമുനി സദാ പ്രകാശിക്കുന്ന ബ്രഹ്മത്തിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നവനുമാണല്ലോ. മായാനിദ്രയിൽ നിന്ന് ഉണർന്നവനും പരമജ്ഞാനിയുമായ ആ വ്യാസപുത്രൻ സ്വയം മൂഢൻ എന്ന പോലെ കാണപ്പെടുന്നവനുമാണ്. അങ്ങനെയുള്ള ശ്രീ ശുഗൻ പരീക്ഷത്തിന് ഭാഗവതം കേൾപ്പിച്ചു എന്ന കാര്യം യോജിക്കുന്നത് എങ്ങനെ? ദൃഷ്ടാനുയാന്തമിഷിമാത്മജമപ്യനഗ്നം ദേവ്യോ ഹ്രിയാ പരിതദുർന്ന സുതസ്യ ചിത്രം തദ്ദീശ്യ പൃച്ഛതി മുനോ ജഗതുസ്തവാസ്തി സ്ത്രീപുംബിദാനതു സുതസ്യ വിവിക്ത ദൃഷ്ടേ. ഒരിക്കൽ വ്യാസനും ശ്രീശുഗനും കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്സര സ്ത്രീകൾ വസ്ത്രം അഴിച്ചു വെച്ച് ജലക്രീഡ നടത്തുകയായിരുന്നു. നഗ്നനല്ലാത്ത വ്യാസനെ കണ്ട് ലജ്ജയോടെ അപ്സരസുകൾ വേഗം വസ്ത്രം എടുത്തു ധരിച്ചു. എന്നാൽ വസ്ത്രം ധരിക്കാതെ നഗ്നനായി ശ്രീശുഗൻ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ദേവസ്ത്രീകൾക്ക് ലജ്ജയുണ്ടായതുമില്ല. ഇതിന് കാരണം തിരക്കിയപ്പോൾ അവർ പറഞ്ഞു, അങ്ങേക്ക് സ്ത്രീ പുരുഷ ഭേദമുണ്ട്. പരിശുദ്ധ ഭാവനയോടെ ബ്രഹ്മത്തിൽ സൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ പുത്രന് ഈ ഭേദഭാവന ഇല്ല. കഥമാലക്ഷിത പൗരേ സംപ്രാപ്ത ഗുരുജാങ്കലാൻ ഉന്മത്തമോഘ ജഡവദ് വിചരൻ ഗജസാഹുയേ. സ്ത്രീ പുരുഷ ഭേദഭാവന പോലുമില്ലാതെ ഗുരുദേശത്തിലും ജാങ്കരദേശത്തും
ഹസ്തിനപുരത്തിലും ബ്രഹ്മമാത്ര സ്വരൂപനായി ഭ്രാന്തൻ, മൂകൻ, ജഡൻ എന്നിവരെ പോലെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ ശുഗനെ പൗരന്മാർ എങ്ങനെ കണ്ടറിഞ്ഞു? കഥം വാ പാണ്ഡവേയസ്യ രാജർഷിർമുനിനാ സഹ സംവാദ സമഭൂതാദ എത്രൈഷാ സത്വദീശ്രുതിഃ. പാണ്ഡവകുലത്തിൽ ജാതനായ പരീക്ഷിത രാജാവിന് ശുഗമുനിയുമായി സംഭാഷണമുണ്ടാകാൻ ഇടവന്നത് എങ്ങനെയാണ്? ഈ സംഭാഷണത്തിൽ നിന്നുണ്ടായതാണല്ലോ ഭാഗവത സംഹിത. സ ഗോദോഹന മാത്രം ഹി ഗ്രഹേഷു ഗ്രഹമേദിനാം അപേക്ഷതേ മഹാഭാഗത്തീ കുർവം തദാശ്രമം. മഹാഭാഗനായ ശ്രീശുഗമുനി ഗൃഹസ്ഥാശ്രമികളുടെ ഭവനത്തിൽ പ്രവേശിച്ചാൽ അവരുടെ ആശ്രമത്തെ പരിശുദ്ധമാക്കാനായിട്ട് ഒരു പശുവിനെ കറക്കുന്ന സമയത്തിൽ കൂടുതൽ തങ്ങാറില്ലല്ലോ. ഒരിടത്തും സ്ഥിരമായിട്ട് തങ്ങാറില്ലാത്ത ശുഗമുനി ഗൃഹസ്ഥാശ്രമികളുടെ ഭവനത്തിൽ ഗോദോഹന മാത്രം പറയുമ്പോൾ പശുവിനെ കറക്കുന്ന സമയം മാത്രമാണ് ആ ഭവനത്തെ അവിടെ ഇരിക്കുന്നതിന് ശേഷം ഭവനം പരിശുദ്ധാക്കാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. അങ്ങനെയുള്ള ശുഗനാണ് ധാരാളം സമയം ആവശ്യമായ ഭാഗവതം പരീക്ഷിത്തിനെ കേൾപ്പിച്ചത് എന്നത് ആശ്ചര്യം തന്നെ. അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ജഗൃണീഹി നഃ. അഭിമന്യുപുത്രനായ പരീക്ഷിത്ത് ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഉത്തമനാണെന്ന് അറിവുള്ളവർ പറയുന്നു. ആ മഹാരാജാവിൻ്റെ ആശ്ചര്യകരമായ ജനനത്തെയും കർമ്മങ്ങളെയും കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. സ സമ്രാട് കശ്യവാഹേതോ പാണ്ഡൂനാമാനവർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായാം അനാദൃത്യാതിരാക്ഷ്രിയം. പാണ്ഡുരാജാക്കന്മാർക്ക് യോഗ്യത വർദ്ധിപ്പിക്കുന്നവനും ചക്രവർത്തിയുമായ ആ രാജാവ് ചക്രവർത്തി പദവി വെടിഞ്ഞിട്ട് ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്യുവാൻ എന്താണ് കാരണം? ഗംഗാതീരത്ത് ദർഭ വിരിച്ച് അതിൽ പട്ടിണിയിരുന്ന് മരിക്കുന്നതിനാണ് പരീക്ഷിത ചക്രവർത്തി പ്രായോപവേശം തീരുമാനിച്ചത്. ഒരു ചക്രവർത്തി ഇപ്രകാരം ആഹാരം വെടിഞ്ഞ് ശരീരം ശോഷിപ്പിച്ച് ഭഗവാനെ മാത്രം ധ്യാനിച്ചിരുന്ന് ശരീരം ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ച് എന്തുകൊണ്ടാണ് എന്നാണ് മുനിമാർക്ക് അറിയേണ്ടത്. നമന്തീയൽപാദനികേതമാത്മന ശിവായ നീയധനാനി ശത്രവ കഥം സവീരശ്രിയമംഗദുസ്ത്യജാം യുവൈഷതോ സൃഷ്ടുമഹോ സഹാസുഭിഃ. ശത്രുക്കൾ ആത്മാവിൻ്റെ മംഗളത്തിനായിട്ട് ധനങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ച് ഏതൊരുവൻ്റെ ചരണപീഠത്തെ നമസ്കരിക്കുന്നുവോ അത്രമാത്രം ശൂരനും തരുണനുമായ ആ ചക്രവർത്തി ഉപേക്ഷിക്കാൻ കഴിയാത്തതായ തൻ്റെ ഐശ്വര്യങ്ങളെ പ്രാണനോടുകൂടി ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കാൻ എന്താണ് കാരണം? ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യയുത്തമ ശ്ലോക പരായണാ ജനാഃ ജീവന്തി നാമാർത്തമസോപരാശ്രയം ഉമോജ നിർവിദ്യ കുതകലേവരം. ഭഗവാനെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാർ ലോകത്തിൻ്റെ സുഖത്തിനായിക്കൊണ്ടും ഐശ്വര്യത്തിനായിട്ടും സമൃദ്ധിക്കും വേണ്ടിയും ജീവിക്കുന്നു. അവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ഇരിക്കെ അന്യർക്ക് ആശ്രയമായിരിക്കുന്ന സ്വശരീരത്തെ ചക്രവർത്തി ഉപേക്ഷിക്കാൻ എന്താണ് കാരണം? തത്സർവം സമാജക്ഷാപൃഷ്ടോ യതിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതമന്യത്ര ജാന്തസാദ്. ഞങ്ങൾ ചോദിച്ചതിനെ കുറിച്ചെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തരണം. വേദവാക്കുകളെ ഒഴിച്ച് മറ്റു വാക്കുകളുടെ വിഷയത്തിൽ പാരംഗതനായിട്ടാണ് ഞങ്ങൾ അങ്ങയെ കരുതുന്നത്. സൂതവാച ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതപരാശരാദ്യോഗി വാസവ്യം കലയാ ഹരേഹേ. സൂതൻ പറഞ്ഞു, ദ്വാപരയുഗത്തിൻ്റെ മൂന്നാമത്തെ പരിവർത്തനത്തിൽ പരാശരനിൽ നിന്ന് വാസവിയിൽ ഹരിയുടെ അംശം കൊണ്ട് യോഗിയായ വ്യാസർ ജനിച്ചു. കൃത, ത്രേത, ദ്വാപര, കലിയുഗങ്ങൾ ഒരാവർത്തി കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ ആവർത്തിക്കും. ഇതാണ് യുഗപരിവർത്തനം. ഇങ്ങനെ മൂന്നാമത്തെ ദ്വാപരയുഗ ആരംഭത്തിൽ ഉപരിചര വസുവിൻ്റെ പുത്രിയായതിനാൽ വാസവി എന്നു പേരുള്ള സത്യവതിയിൽ പരാശര മുനിക്ക് വിഷ്ണുവിൻ്റെ അംശമായ വ്യാസർ ജനിച്ചു. ദ്വീപിൽ വെച്ച് ജനിച്ചതിനാൽ ദ്വൈപായനൻ എന്നും കറുത്ത നിറമുള്ളതിനാൽ കൃഷ്ണദ്വൈപായനൻ എന്നും വ്യാസർ അറിയപ്പെടുന്നു. സ കഥാചിത് സരസ്വത്യ ഉപസ്പൃശ്യ ജലം ശുചിഃ വിവിക്തദേശ ആസീന ഉദിതേ രവിമണ്ഡലേ. ആ മുനി ഒരു ദിവസം സൂര്യോദയത്തിൽ സരസ്വതി നദിയിൽ സ്നാനാദികൾ കഴിച്ച് പരിശുദ്ധനായി ജനസഞ്ചാരമില്ലാത്ത ഒരു സ്ഥലത്ത്, അതായത് ബദരിയാശ്രമത്തിൽ ഏകനായിട്ടിരുന്നു. പരാവരജ്ഞ സഋഷി കാലേന വ്യക്തരം ഹസ യുഗധർമ്മ വ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ ഭൗതികാനാം ജഭാവാനാം ശക്തിഹ്രാസം ജതൽകൃതം അശ്രദ്ധദാനാൻ നിസ്സത്വാൻ ദുർമേധാൻ ഹ്രസിതായുഷ ദുർഭഗാംശ്ച ജനാൻ വീക്ഷ്യ
മുനിർദിവ്യേന ചക്ഷുഷ സർവവർണാക്ഷമാണാം യത് ദദ്യോഹിതമമോഘദൃക്ക്. കഴിഞ്ഞതും വരാനുള്ളതും അറിയുന്ന ആ വ്യാസമുനി മറ്റാർക്കും അറിയാൻ സാധിക്കാത്ത ഗതിവേഗത്തോടു കൂടിയ കാലം കൊണ്ട് ധർമ്മത്തിന് യുഗം തോറും വ്യതിയാനം വരുന്നു. പഞ്ചഭൂതങ്ങളുടെ സമ്മേളനത്താൽ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങൾക്ക് കാലം കൊണ്ട് തന്നെ ദേഹബലം കുറഞ്ഞു വരുന്നു. യഥാർത്ഥത്തിൽ വേണ്ടുന്ന വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ശ്രദ്ധയില്ല. ബുദ്ധിശക്തിയും മനോബലവുമില്ല. അവരുടെ ആയുർദൈർഘ്യം കുറഞ്ഞു വരുന്നു. അവർ ഭാഗ്യമില്ലാത്തവരുമാണ് എന്ന് ദിവ്യചക്ഷുസ് കൊണ്ട് കണ്ടറിഞ്ഞിട്ട് സർവവർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ഹിതകരമായ കാര്യം എന്താണ് എന്ന് അദ്ദേഹം ധ്യാനിച്ചു കൊണ്ടിരുന്നു. ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വേദദായജ്ഞസന്തത്യേ വേദമേകം ചതുർവിധം. 4 പേർ ചേർന്ന് നിവർത്തിക്കേണ്ടതായ, അതായത് ബ്രഹ്മാവ്, ഹോതാവ്, അധ്വരു, അഗ്നീന്ദ്രൻ, വേദോക്തമായ ചാതുർഹോത്രം എന്ന കർമ്മം ജനങ്ങളെ പരിശുദ്ധരാക്കുമെന്ന് ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞ വ്യാസമുനി ഒന്നായിരുന്ന വേദത്തെ 4 പകുത്തു. ഋഗ്യജോ സാമ അഥർവാക്യ വേദാചത്വാര ഉദ്ധൃതാഃ ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ഋഗ്, യജുസ്, സാമം, അഥർവണം എന്നീ പേരുകളോടെ 4 വേദങ്ങൾ ഉണ്ടായി. വേദസാരങ്ങളായ ഇതിഹാസം, പുരാണം എന്നിവയെ പഞ്ചമവേദമായിട്ടും പറയുന്നു. തത്രേതരപ്പൈല സാമഗോ ജൈമിനികവിഃ വൈശമ്പായനയേ വൈഗോ നിഷ്ണാദോ യജുഷാമുദ. വ്യാസമുനി വിഭജിച്ച 4 വേദങ്ങളെ 4 ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിൽ ഋഗ്വേദത്തെ പൈലനും യജുർവേദത്തെ യശസ്വിയായ വൈശമ്പായനും സാമവേദത്തെ സാമഗാനം ചെയ്യുന്നവനും ദീർഘദർശിയുമായ ജൈമിനിയും അഭ്യസിച്ചു. അഥർവാംഗിരസാമാസേ സുമന്തോർദാരുണോ മുനിഃ ഇതിഹാസ പുരാണാനാം പിതാമേരോ മഹർഷണ. ആഭിചാരം മുതലായ ക്രൂരകർമ്മങ്ങളെ പറ്റി പറയുന്ന അഥർവവേദം ഭയങ്കരനായ ദരുണപുത്രനായ സുമന്തു എന്ന മുനി അഭ്യസിച്ചു. ഇതിഹാസ പുരാണങ്ങളെ അതായത് സൂതന്റെ പിതാവായ രോമാർഷണ മുനിയും പഠിച്ചു. സൂതനാണല്ലോ കഥ പറയണം, അവിടെ എൻ്റെ പറയാൻ കാരണം. തയേത ഋഷയോ വേദം സ്വംസം വ്യസ്യന്നനേകത ശിഷ്യേ പ്രശിഷ്യേ സച്ചിഷ്യേർ വേദാസ്തേജാഗിനോ ഭവൻ. ആ ഋഷികൾ അവരവർ പഠിച്ച വേദത്തെ വീണ്ടും അനേക വിധത്തിൽ വിഭജിച്ചു. അവരുടെ ശിഷ്യന്മാർ, ശിഷ്യരുടെ ശിഷ്യന്മാർ, അവരുടെയും ശിഷ്യന്മാർ എന്നിങ്ങനെ പരമ്പരയാ പഠിപ്പിച്ചു. അതിനാൽ വേദത്തിന് അനേകം ശാഖകളുണ്ടായി. തയേവ വേദാദുർമേതിർ ധാര്യന്തേ പുരുഷേര്യത ഏവം ചകാര ഭഗവാൻ വ്യാസകൃപണവത്സലഃ. അതിബുദ്ധിമാന്മാർക്ക് മാത്രം ധരിക്കാൻ സാധിച്ചിരുന്ന വേദങ്ങൾ ബുദ്ധി കുറഞ്ഞ പുരുഷന്മാർക്കും ഗ്രഹിക്കാൻ സാധിക്കത്തക്കവണ്ണം ദീനരിൽ കാരുണ്യമുള്ള ഭഗവാൻ വ്യാസൻ ഇപ്രകാരം അനേകം ശാഖകളും ഉപശാഖകളും കൽപ്പിച്ചു നൽകി. വൃക്ഷത്തിന് ശാഖകളും ഉപശാഖകളും ഉണ്ടാകുന്നത് പോലെ വേദത്തിനും ഉണ്ടായി എന്ന് സാരം. ത്രിശൂദ്രദിജബന്ധൂനാം ത്രയീനാശുതി ഗോചര കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനീനാകൃതം. സ്ത്രീകൾ, ശൂദ്രന്മാർ, ബ്രാഹ്മണരിൽ അധമന്മാർ തുടങ്ങിയവർക്ക് വേദം ചെവിക്കാൻ കഴിയില്ല. മൂഢന്മാർക്ക് അതിൻ്റെ വേദസാരം മനസ്സിലാക്കി വേണ്ട വിധം കർമ്മം അനുഷ്ഠിക്കാൻ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിയ മുനി അറിവില്ലാത്ത അവരെ അനുഗ്രഹിക്കണം എന്ന് ചിന്തിച്ചിട്ട് അവർക്ക് ശ്രേയസ് വരുത്താനായി വേദസാരം അടങ്ങിയ ഭാരതം എന്ന ആഖ്യാനത്തെ നിർമ്മിച്ചു. ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസിദ്ധിജാഃ സർവാത്മകേനാഭിയത നാദുഷ്യത് ഹൃദയം ദദഃ. ഏ ബ്രാഹ്മണരെ, ഇപ്രകാരം സദാ ജനസമൂഹത്തിൻ്റെ ശ്രേയസ്സിനായുള്ള മാർഗം കാട്ടിക്കൊടുക്കുന്ന ഇതവിഷയത്തിൽ മനസ്സും വാക്കും കർമ്മവും വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യാസരുടെ ഹൃദയത്തിൽ വേണ്ട വിധത്തിലുള്ള പ്രസാദമുണ്ടായില്ല. എന്തോ ഒരു സന്തോഷമില്ലായ്മ അദ്ദേഹത്തെ ബാധിച്ചു എന്നു സാരം. നാദി പ്രസീദ ഹൃദയ സരസ്വത്യാസ്തടേശുജോ വിതർക്കയൻ വിദിഗ്ധസ്ഥ ഹിതം പ്രോഭാജധർമ്മവിദ്. അങ്ങനെ അത്യന്തം പ്രസാദിക്കാത്ത ഹൃദയത്തോടുകൂടി ശുദ്ധമായ സരസ്വതീ നദിയുടെ തീരത്ത് ഏകാന്തതയിൽ ഇരിക്കുന്ന ധർമ്മജ്ഞനായ മുനി ഇങ്ങനെ ചിന്തിച്ചു. ധൃതവ്രതേന ഹീമയ ചന്താംസി ഗുരവോഗ്നയ മാനിത നിർവളീകേന ഗ്രഹീതം ചാനുശാസനം. ബ്രഹ്മചര്യം ദീക്ഷിച്ചിരിക്കുന്ന ഞാൻ വേദങ്ങൾ, ഗുരുക്കന്മാർ, അഗ്നികൾ എന്നിവരെ നിർവ്യാജമായിട്ട് പൂജിച്ചിരിക്കുന്നു. സ്മൃതികളുടെയും ഗുരുഭൂതന്മാരുടെയും അനുശാസനങ്ങളെല്ലാം ഒട്ടും തെറ്റാതെ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു.
ഭാരതവ്യപദേശേന യാമ്നായാർത്ഥശ്ച ദർശിത ദൃശ്യതേ യത്ര ധർമാദി സ്ത്രീശൂദ്രാധിപിരപ്യുത. ഭാരതം എന്നു പേരുള്ള ആഖ്യാനത്തിൽ വേദാർത്ഥ സാരം നന്നായിട്ട് പ്രകാശിപ്പിക്കുകയും ചെയ്തു. വേദം അറിയാൻ കഴിവില്ലാത്ത സ്ത്രീ ശൂദ്രാദികൾക്ക് ധർമാദികളിൽ കൂടി സ്വരൂപം നന്നായി അറിയുവാൻ ഭാരതത്തിൽ വേദസാരത്തെ നന്നായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. തഥാപീപതമേതയ്യോ ആത്മാ ജൈവാത്മനാ വിഭുഃ അസമ്പന്ന യുവാവാദി ബ്രഹ്മവർച്ചസ്യ സത്തമ. അപ്രകാരമെല്ലാം ഇരുന്നിട്ടും എൻ്റെ ജീവാത്മാവ് വസ്തുതയാ പരിപൂർണനും ബ്രഹ്മവർച്ചസ് കൊണ്ട് ശോഭിക്കുന്നവരിൽ അതിശ്രേഷ്ഠനുമാണ് എങ്കിലും ആത്മസ്വരൂപത്തോട് ഐക്യം പ്രാപിക്കാത്തവനെ പോലെ അസംതൃപ്തനായിരിക്കുന്നുവല്ലോ. കിം വാ ഭാഗവതാ ധർമാന പ്രായേണ നിരൂപിതാഃ പ്രിയാഃ പരമഹംസാനാം തയേവ ഹ്യച്യുതപ്രിയാഃ. ഇതൊക്കെയാണെങ്കിലും ഭഗവത് ഭക്തന്മാരുടെ ധർമ്മങ്ങളെ പ്രധാനമായിട്ട് ഞാൻ നിരൂപണം ചെയ്തില്ല. പരമഹംസന്മാരായ ആത്മാരാമന്മാർ ആ ധർമ്മങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഭഗവാനും പ്രിയമുള്ളവയാണ് അവ. ആ ധർമ്മങ്ങളെ പ്രാധാന്യം കൊടുത്ത് വർണ്ണിക്കാത്തത് കൊണ്ടാണോ എൻ്റെ ആത്മാവ് പ്രസാദിക്കാത്തത്? തസ്സൈവം കിലമാത്മാനം മന്യമാനസ്യ ഗൃധ്യത കൃഷ്ണസ്യ നാരദോ വ്യാഗാത് ആശ്രമം പ്രാഗുദാഹൃതം. ഇപ്രകാരം ആത്മാവ് പരിപൂർണമായി പ്രസാദിക്കാത്തതിനെ കുറിച്ച് ഖേദിച്ചു കൊണ്ടിരിക്കുന്ന ആ കൃഷ്ണദൈവായൻ്റെ മുമ്പേ പറഞ്ഞ ആശ്രമത്തിൽ നാരദമുനി ആഗമിച്ചു. തം അഭിജ്ഞായ സഹസാ പ്രത്യുത്തായ ഗതം മുനി പൂജയാമാസ വിധിവത് നാരദം സുരപൂജിതം. ആശ്രമത്തിൽ ആഗമിച്ചത് നാരദരാണ് എന്നറിഞ്ഞപ്പോൾ വ്യാസമഹർഷി സംഭ്രമത്തോടെ എഴുന്നേറ്റ് എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് ദേവന്മാർ കൂടി പൂജിക്കുന്ന നാരദരെ വിധിപ്രകാരം പൂജിച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ ചതുർത്ഥോധ്യായഃ. 1-ാം സ്കന്ധം 4-ാം അധ്യായം സമാപിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം തത്സത്.